ആൻ ഫ്രാങ്ക് എന്ന യഹൂദ പെൺകുട്ടിയുടെ ജീവിതം ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള കഥയാണ്. അവളുടെ ഡയറി ദ ഡയറി ഓഫ് എ യങ് ഗേൾ രണ്ടാം ലോക മഹായുദ്ധ സമയത്തെ യഹൂദരുടെ കഷ്ടതകളും അവരുടെ ജീവിതത്തിൻ്റെ കഠിനമായ വാസ്തവികതകളും വെളിച്ചത്തു കാട്ടുന്നു. ഇത് ലോകമെമ്പാടുമുള്ള ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ആനിൻ്റെ ജീവിതം, അവളുടെ സ്വപ്നങ്ങൾ, ഭയങ്ങൾ, ആശയങ്ങൾ എന്നിവയെല്ലാം അവളുടെ ഡയറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകും. ഇവിടെ ആനിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിശദമായി പരിചയപ്പെടാം. അവരുടെ ജീവിതത്തിൻ്റെ ആരംഭം. ആൻ ഫ്രാങ്ക് 1929 ജൂൺ 12 ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ ജനിച്ചു. അവളുടെ പിതാവ് ഓട്ടോ ഫ്രാങ്ക്, മാതാവ് എഡിത്ത് ഫ്രാങ്ക്, സഹോദരി മാർഗോട്ട് ഫ്രാങ്ക് എന്നിവരായിരുന്നു കുടുംബം. ആനിൻ്റെ കുടുംബം ഒരു സാമ്പത്തികമായി സ്ഥിരതയുള്ള, സാംസ്കാരികമായി സമ്പന്നമായ കുടുംബമായിരുന്നു. എന്നാൽ 1933 നാസി പാർട്ടി അധികാരത്തിൽ വന്നതോടെ ജർമ്മനിയിലെ യഹൂദരുടെ ജീവിതം അപകടകരമായി മാറി. യഹൂദരെതിരെയുള്ള വിവേചനം, അക്രമം, നിയമങ്ങൾ എന്നിവ യഹൂദ കുടുംബങ്ങളുടെ ജീവിതത്തെ ദുഷ്കരമാക്കി. ഈ സാഹചര്യത്തിൽ ഫ്രാങ്ക് കുടുംബം ജർമ്മനി വിട്ട് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലേക്ക് കുടിയേറി. ആംസ്റ്റർഡാമിൽ ഓട്ടോ ഫ്രാങ്ക് ഒരു ബിസിനസ് സ്ഥാപിച്ചു. കുടുംബം ഒരു സാധാരണ ജീവിതം നയിക്കാൻ തുടങ്ങി. അന്ന് ആംസ്റ്റർഡാമിലെ ഒരു സ്കൂളിൽ ചേർന്ന് പഠിച്ചു. അവൾ ഒരു ജീവസ്മൃതിയുള്ള, ബുദ്ധിമതിയായ പെൺകുട്ടിയായിരുന്നു. അവൾക്ക് എഴുത്തിലും വായനയിലും വലിയ താല്പര്യമുണ്ടായിരുന്നു. ഇനി അവരുടെ യുദ്ധകാലത്തെ ജീവിതം നോക്കാം. 1940 നാസി ജർമ്മനി നെതർലൻഡ് അധിനിവേശം ചെയ്തു. യഹൂദരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമായി മാറി. യഹൂദർക്കെതിരെയുള്ള നിയമങ്ങൾ കർശനമാക്കി നടപ്പിലാക്കപ്പെട്ടു. യഹൂദ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അനുവാദമില്ലാതായി. യഹൂദരുടെ ബിസിനസ്സുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാക്കപ്പെട്ടു. യഹൂദരെ തടങ്കലാക്കുന്നതിനായി നാസികൾ യഹൂദർക്കെതിരെയുള്ള റെയ്ഡുകൾ നടത്താൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ ഫ്രാങ്ക് കുടുംബം അവരുടെ ജീവൻ രക്ഷിക്കാൻ തീരുമാനിച്ചു. 1942 ജൂലൈ 6 അവർ ആംസ്റ്റർഡാമിലെ ഓട്ടോയുടെ ഓഫീസ് കെട്ടിടത്തിനു പിന്നിലുള്ള ഒരു രഹസ്യ മറയിടത്തിൽ ഒളിച്ചു വസിച്ചു. ഈ മറയിടത്തിൽ ഫ്രാങ്ക് കുടുംബത്തോടൊപ്പം വാൻ പെൽസ് കുടുംബവും ഒരു ഡെന്റിസ്റ്റായ ആൽബർട്ട് ഡെസ്ലും ഒളിച്ചു വസിച്ചു. ഈ രഹസ്യ മറയിടത്തിൽ അവർക്ക് ഓട്ടോയുടെ ഓഫീസ് ജീവനക്കാരായ മിപ്രോണോയുടെ സഹായം ലഭിച്ചു. ഇവർ ഫ്രാങ്ക് കുടുംബത്തിന് ഭക്ഷണവും മറ്റു ആവശ്യങ്ങളും എത്തിച്ചു കൊടുത്തു. രഹസ്യമറയിടത്തിലെ ജീവിതം അതിജീവനത്തിൻ്റെ ഒരു നിരന്തരമായ പോരാട്ടമായിരുന്നു. അവർക്ക് പുറത്തേക്ക് പോകാൻ അനുവാദമില്ലായിരുന്നു. എല്ലാ സമയവും ഭയത്തോടെ ജീവിക്കേണ്ടി വന്നു. രാവിലെ ഓഫീസ് തുറന്നിരിക്കുമ്പോൾ അവർ മൗനമായി ഇരിക്കേണ്ടി വന്നു. രാത്രിയിൽ മാത്രമേ അവർക്ക് സ്വതന്ത്രമായി നീങ്ങാനാവൂ. ഈ സമയത്ത് അന്ന് തൻ്റെ ഡയറിയിൽ തൻ്റെ ചിന്തകൾ, ഭയങ്ങൾ, ആശയങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവ എഴുതി. അവളുടെ ഡയറി കിറ്റി എന്ന സാങ്കല്പിക സുഹൃത്തിന് എഴുതിയ കത്തുകളുടെ രൂപത്തിലാണ്. ആനിൻ്റെ ഡയറിയിൽ അവൾ തൻ്റെ കുടുംബത്തോടുള്ള സങ്കീർണമായ ബന്ധങ്ങൾ, മറയിടത്തിലെ മറ്റുള്ളവരുമായുള്ള ഘർഷണങ്ങൾ, തൻ്റെ സ്വപ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശയങ്ങൾ എന്നിവ വിശദമായി വിവരിക്കുന്നു. അവൾ ഒരു എഴുത്തുകാരിയാകാൻ ആഗ്രഹിച്ചു. തൻ്റെ കഥ ലോകത്തോട് പറയാൻ അവൾ ആഗ്രഹിച്ചു. രഹസ്യ ഇടത്തിൽ നിന്നുള്ള പിടികൂടലും മരണവും. 1944 ഓഗസ്റ്റ് 4 നാസികൾ ഫ്രാങ്ക് കുടുംബത്തെയും മറ്റ് യഹൂദരെയും പിടികൂടി. അവരെ ആദ്യം വെസ്റ്റ്ബോർഗ് തടങ്കലിലേക്ക് അയച്ചു. പിന്നീട് ആഷിറ്റ്സ് കേന്ദ്രീയ ക്യാമ്പിലേക്കും കൊണ്ടുപോയി. ആഷിറ്റ്സിൽ അവർക്ക് കഠിനമായ ജീവിതം നയിക്കേണ്ടി വന്നു. അവിടെ അവർക്ക് ഭക്ഷണം കുറവായിരുന്നു. ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്തു. 1944 ഒക്ടോബറിൽ ആനും അവളുടെ സഹോദരി മാർഗോട്ടും ബെഞ്ചൻ ബെൽസൺ കേന്ദ്രീയ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടു. ഈ ക്യാമ്പിൽ അവർക്ക് കഠിനമായ ജീവിതം നയിക്കേണ്ടി വന്നു. 1945 മാർച്ചിൽ ടൈഫസ് രോഗത്തെ തുടർന്ന് ആനും മാർഗോട്ടും മരിച്ചു. അവരുടെ മാതാവ് എഡിത്ത് ആഷിറ്റ്സിൽ മരിച്ചു. ഓട്ടോ ഫ്രാങ്ക് മാത്രമാണ് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. യുദ്ധത്തിന് ശേഷം ഓട്ടോ ഫ്രാങ്ക് ആനിൻ്റെ ഡയറി കണ്ടെത്തി. അന്ന് ഡയറി എഴുതിയ കാര്യം അവൾക്കറിയാമായിരുന്നു. കാരണം അവൾ ഒരു എഴുത്തുകാരിയാകാൻ ആഗ്രഹിച്ചിരുന്നു. 1947 ഓട്ടോ ആനിൻ്റെ ഡയറി പ്രസിദ്ധീകരിച്ചു. ദി ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. ആനിൻ്റെ ഡയറി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് യുദ്ധത്തിൻ്റെ ഭീകരതയും മനുഷ്യത്വത്തിൻ്റെ ശക്തിയും ഓർമ്മപ്പെടുത്തുന്നു. ആനിൻ്റെ ജീവിതം ഒരു യുവതിയുടെ സ്വപ്നങ്ങളുടെയും യുദ്ധത്തിൻ്റെ ക്രൂരതയുടെയും ഒരു ശക്തമായ പ്രതീകമാണ്. അവളുടെ വാക്കുകൾ ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്നു. അവളുടെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരുടെ ക്രൂരതയും സഹനശക്തിയും ഒരുപോലെ ശക്തമാണെന്നാണ്. ആനിൻ്റെ ജീവിതം ഒരു പാഠമാണ്, ഒരു പ്രതീകമാണ്, ഒരു പ്രചോദനം കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.